നമ്പൂതിരിയാണെന്ന് തെറ്റിദ്ധരിച്ച് നിൽക്കുക കേട്ടോ. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? കണ്ടിട്ട് ഒരു 10 പൈസ കുറവ് കാണിക്കുന്നുണ്ട്. വന്ന് കയറാൻ പറ്റിയ നല്ല ശകുനം. സാർ, ഇത് പ്രശാന്ത്, ഞങ്ങളുടെ കൂടെ പഠിച്ചതാ. ഇതുവരെ പ്ലേസ്മെന്റ് ഒന്നും ആയില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുമോ നോക്കാൻ. ഈ വീട്ടിൽ ഇയാൾക്ക് എന്താ കാര്യം? ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം ഞങ്ങളോടൊപ്പം തങ്ങാൻ അച്ഛനുണ്ടോ? കണ്ടിട്ട് തോന്നുന്നില്ല അല്ലേ? അതെന്റെ കുഴപ്പം. പ്രശാന്തിന് അച്ഛനുണ്ട് സാർ. എന്ത് ചെയ്യുന്നു? ശാന്തിയ, മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലെ ശാന്തിയ. ശശിധരൻ നമ്പൂതിരിപ്പാട്. അങ്ങനെയാണ്. ഏതില്ലത്തിലെയാ? ജന്മനാ ഇല്ലായ്മ ഇല്ലക്കാരാ സാറ്. കറുത്തെടുത്തില്ല. ഈ കേസും കൂട്ടൊക്കെയായി ഇല്ലത്തിന്റെ കാര്യം ഇപ്പൊ സാറിന് അങ്ങോട്ട് വിശ്വാസമായില്ല. മോൻ നമ്പൂതിരിയാണെന്ന് പറഞ്ഞിട്ട് ഇല്ലയോ? സത്യം പറയാമല്ലോ, ഈശ്വരൻ പോലും വിശ്വസിക്കില്ല. ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ കോലം കിടുമോ? കലികാല വൈഭവം അല്ലാണ്ട് എന്താ പറയുക? ചുണ്ടൻവള്ളത്തെ കരിയോയിലടിക്കാൻ അച്ഛാ. പഠിക്കുമ്പോൾ ഞങ്ങൾ ഇവന് ദക്ഷിണാഫ്രിക്കൻ നമ്പൂതിരി എന്നാ വിളിക്കാറ്. സാറിനെ പൂണൂല് കാണിക്കണോ? പൂണൂല് മറിഞ്ഞ കാണിക്കണ്ട. നീ രണ്ടാമത് പറഞ്ഞ സാധനമില്ലേ, അതെടുത്താ ഞാൻ നെഞ്ചിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. കാണിക്കട്ടെ. പ്രശാന്തൻ നമ്പൂതിരി ഭയങ്കര തമാശക്കാരനാ. സാറിനെ പറ്റി പുറത്തൊക്കെ ഭയങ്കര പേരാ. പുറത്ത് ബോർഡിരിക്കുന്ന കണ്ടു, ക്യാപ്റ്റൻ വിക്രമൻ നമ്പ്യാർ. ഈ തോക്ക് എരണ്ടേ വെടിവെക്കുന്നതാണോ? ഞങ്ങളുടെ നാട്ടിലെ ചാണ്ടിച്ചായന്റെ കയ്യിലും ഉണ്ടായിരുന്നു ഇതുപോലെ ഒരെണ്ണം. അതുകൊണ്ടാ പുള്ളി മുണ്ടി എരണ്ടയൊക്കെ ഇങ്ങനെ വെടിവെക്കുന്നത്. ഇത് മനുഷ്യന്റെ വെടിവെക്കുന്ന തോക്ക? ചുമ്മാ. ലൈസൻസ് ഉള്ള തോക്ക്. എടാ, നമ്മൾ പറഞ്ഞതൊന്നും അദ്ദേഹം വിശ്വസിച്ചിട്ടില്ല. ഞാൻ നമ്പൂതിരിയാന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികൾ പോലും വിശ്വസിക്കത്തില്ല. പിന്നെ വല്ല നായരോ മറ്റോ എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നായന്മാരെ ആക്ഷേപിക്കണം. അത് വിട്, എന്നെക്കാട്ടി മോശം ആൾക്കാരും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒന്ന് വിരട്ടാമോ നോക്കിയതാ. അളിയാ, ഞാൻ നമ്പൂതിരിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ വേണ്ടി ചെവിയുടെ പുറകിൽ തുളസിയില വെച്ചുകൊണ്ട് നടന്നാലോ? നിന്റെ ചെവിപ്പുറകിൽ തുളസിയില വെക്കാൻ? എടാ, നിന്റെ ചെവിപ്പുറകിൽ തുളസിയിൽ വെച്ചിട്ട് ആര് കാണാനാ? പിന്നെ തേക്കിന്റെ വെക്കാം. എടാ, അയാളെ ക്യാപ്റ്റനൊക്കെയാണെങ്കിലും ഭയങ്കര വർഗീയവാദിയാ. ഇന്നൊരു ദിവസം കൊണ്ട് അയാളുടെ മനസ്സിൽ കയറി പറ്റാൻ എന്താ ഒരു മാർഗം? നിനക്ക് മന്ത്രം വലുതറിയോ? പിന്നെ കർക്കിടക മാസത്തിൽ ഞങ്ങളുടെ അച്ഛൻ ഉണക്കയിലെ വറുത്തതും കള്ളും ഒക്കെ കൊണ്ടുവന്ന് കാവിൽ വെച്ചിട്ട് ചൊല്ലുന്ന ഒരു കിടിലം മന്ത്രമുണ്ട്. കേൾക്കണോ നിനക്ക്? സംസ്കൃതമാണോ? പച്ച മലയാളത്തിലുള്ള സംസ്കൃതമാണ്. ചൊല്ലിക്കേ. ചൊല്ലണോ? അല്ല അല്ലേ? പിന്നെ അല്ലാതെ. ചത്തുപോയ കുന്നലപ്പോ വായോ, കുറ്റിക്കാട്ടപ്പോ വായോ, ഒരു കുറ്റിയപ്പോ വായോ, കള്ളുണ്ട് കരിക്കൊണ്ട് തിരികൊണ്ട് പൊരികൊണ്ട് വരണം തരണം കളം വിളക്കിടേണം. തള്ളപിള്ള കുഞ്ഞു കുട്ടികൾക്ക് നാമതോട്ടം ചത്തതോട്ടം പേര് തോട്ടം മാറണം. എന്റെ അപ്പനപ്പൂപ്പന്മാരെ മേലോട്ട് നോക്കിയാ മേമാനം, തപ്പോട്ട് നോക്കിയാ താമാനം, മേലേക്കാവിൽ കൊച്ചുകാലി ഞാൻ വിളിക്കും വിളിപ്പുറത്ത് വന്ന് വിളകൊള്ളണം. എന്റെ അപ്പന ഇടിവെച്ചെന്നാണല്ലോ ഇതാണോ മന്ത്രം? ഇതിന്റെയൊക്കെ അവസാനം ഒരേ സ്വാഹ. സ്വാഹ ചേർത്ത കർത്ത. നിന്റെ കാര്യം സ്വാഹ. ആഹാ. നീ ഇതിന്റെ മുകളിലുണ്ടായിരുന്നു. എന്നിട്ടാണോ ഇറങ്ങി വന്ന് ഈ ദൗത്യത്തിൽ ഞങ്ങളൊന്ന് സഹായിക്കാതിരുന്നത്? ഈ കുരിശെങ്ങനെങ്കിലും അകത്ത് കയറുന്നത് കരുതി. ഉയരങ്ങളിൽ നിൽക്കുമ്പോ താഴെ നിൽക്കുന്നവരൊക്കെ കുരിശും ബാധ്യതയാ. അല്ലടാ പോയി ശാന്ത്, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. കുട്ടനാട്ടിൽ കാണുന്ന കാക്കയോടും കൊക്കിനോടും ഉൾപ്പെടെ സകലമാന ജീവജാലങ്ങളോടും എന്റെ അച്ഛൻ പറഞ്ഞു നടക്കും എന്റെ മോന് ജോലി കിട്ടിയെന്ന്. ഇവിടുത്തെ ഇപ്പോഴത്തെ തൊഴിൽ സാഹചര്യങ്ങൾ നിനക്ക് അറിയാൻ പറ്റും ചേട്ടാ. ഒരുമാതിരിപ്പെട്ട കമ്പനികളൊക്കെ അവരുടെ സൈറ്റിൽ വേക്കൻസി ഇല്ലെന്ന് വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തുക. ഓരോ വർഷം പഠിച്ചിറങ്ങുന്ന 10,000 നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ബാധ്യതയാണ്. എവിടെങ്കിലും പ്ലേസ്മെന്റ് കിട്ടിയ 2-3 പേരുടെ വാർത്താ പത്രങ്ങൾ വളരെ പ്രാധാന്യത്തോടെ എഴുതും. അപ്പോഴും തൊഴിലില്ലാതെ നടക്കുന്നത് ആയിരങ്ങളാണ്. 50,000 ഞാൻ ചെയ്യുന്ന ജോലി 10,000 ചെയ്യാന്ന് പറഞ്ഞു വരിക പുതിയ കുട്ടികൾ. എനിക്കൊരു ജോലി തരപ്പെടുന്നതിനെ പറ്റി ആലോചിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അത് ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. അതുവരെ തങ്ങാനൊരു ഇടം, ആഹാരമൊന്നും തരണ്ടടാ.
പോയാ എന്നെ പഠിപ്പിച്ചു വന്ന കുറ്റത്തിന് എന്റെ മാതാപിതാക്കൾ തോറ്റുപോകും സച്ചി. നീ മോളിൽ പോയി വിശ്രമിക്കേ. എടാ നമുക്ക് മാർഗം ഉണ്ടാക്കാം. ഞാനെന്ന ബാധ്യതയെ പറ്റി എന്റെ അസാന്നിധ്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യരുത് പ്ലീസ്. ഇവിടെ വന്നപ്പോ ക്യാപ്റ്റനെ വിളിച്ചാൽ ശ്രദ്ധിച്ചോ, വേതാളമെന്ന്. ജോലി കിട്ടിയില്ലല്ലോ എന്താണ്, വന്നപ്പോ തന്നെ ഒരു വട്ടപ്പേര് കിട്ടിയല്ലോ, വേതാളം. ഇവൻ ബ്രാഹ്മണനാന്നൊക്കെ പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കും? എടാ ബ്രാഹ്മണല്ല, എന്താ കറുത്തവരല്ലേ? അതിനൊക്കെ ഒരു പരിധിയില്ല. ഒരു നിറത്തിന്റെ പേരല്ല തോമാച്ച ജാതി എന്നത്, അതൊരു സംസ്കാരമാണ്. തൽക്കാലം ഒരു കൂട്ടുകാരനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞ നിർദോഷമായ കള്ളം. ക്യാപ്റ്റനെ എങ്ങനെയാ പറഞ്ഞ് വിശ്വസിപ്പിക്കാം? പക്ഷെ ഇവിടുത്തെ 3 പെൺകുട്ടികൾ, അവളുമാര് വിശ്വസിക്കുന്നോ സമ്മതിക്കുന്നോ തോന്നുന്നുണ്ടോ നിനക്ക്? തൽക്കാലം ഇന്നൊരു ദിവസത്തേക്ക് സമ്മതിച്ചു, നമുക്ക് നോക്കാം. ആ, നീ വീട്ടിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛനും അമ്മയ്ക്ക് സുഖമായിട്ടിരിക്കുന്നു? അവർക്ക് കുഴപ്പമൊന്നുമില്ല. രണ്ടാളും കുറെ ഫോട്ടോസും ജാതകക്കുറിപ്പോട്ട് ഇരിക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന്. നല്ല ഏതെങ്കിലും പ്രപ്പോസൽ ആണ്, കൈ കൊടുക്കണം. എന്റെ മനസ്സിൽ മറ്റൊരാഗ്രഹം ഉള്ളത്. എടാ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്താടാ? എടാ നമ്മുടെ കൺമുന്നിൽ 3 എണ്ണം കുതിര പോലെ നിൽക്കുമല്ലേ, എനിക്ക് അതിലൊരാളിനോട് വല്ലാത്ത സ്നേഹം. ഏയ്, അതൊന്നും ശരിയാവില്ല. ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ തെണ്ടിത്തരാണ്. അയാൾ ഇവിടെ കയറ്റി താമസിച്ചെന്ന് പറഞ്ഞ് ഉടനെ അയാളുടെ മോളെ കയറി പ്രേമിക്കുക. ഞാൻ സമ്മതിക്കില്ല. എടാ നീ ഒച്ച വെച്ച അയാൾ അറിയിക്കണ്ട. ഇവിടെ താമസിച്ചുകൊണ്ട് പ്രണയിക്കുന്നത് തെറ്റാണെങ്കിൽ പുറത്ത് താമസിച്ചുണ്ടാവാം. എന്താ നിനക്ക് ഇവിടുത്തെ കുട്ടിയെ തന്നെ പ്രേമിക്കണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? മച്ചു ഫ്രീസാവല്ലേ, നിന്റെ പെങ്ങന്മാർന്നല്ലോ അവർ. നീ ആരെയോ ഒരാളെ എയിം ചെയ്യുന്നുണ്ട് എന്നാര് പറഞ്ഞു? നീ എന്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഗസ് ചെയ്യണം? എടാ എന്റെ മനസ്സിലാ. വേണ്ട, എനിക്ക് കേൾക്കണ്ട. ഞാൻ സമ്മതിക്കില്ല. ഇത് ശരിയാവില്ല. നീയേ എന്റെ കൂട്ടുകാരനാ. എന്ത് ഭ്രാന്താടാ ഇത്? നീ ആരെയാണ് എയിം ചെയ്യുന്നതെന്ന് പറ. ഒരു പക്ഷെ അവളെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഞാൻ വിട്ടേക്കാം. ആരാടാ അവള്? Get lost! തൽക്കാലം അവരിതിനകത്തായി. ഇന്നൊരു ദിവസത്തേക്ക്. നിങ്ങൾ പറഞ്ഞതൊക്കെ അച്ഛൻ വിശ്വസിച്ചോ? അറിയില്ല. രേവതി മാലിനെ എന്ത് പറഞ്ഞു? അവരാരെയും കണ്ടില്ല. എന്താ രണ്ടുപേരും കൂടി ഒരു ചർച്ച? സാറേ ഞാൻ ആ പ്രശാന്തിനെ പറ്റി പറയായിരുന്നു. ആരോട്? മോൾക്കറിയുമോ അങ്ങനെ ആളിനെ കുറിച്ച്? എനിക്കറിയില്ല. അറിയാൻ മേലാത്ത ആളെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാൽ അച്ഛൻ സമ്മതിച്ചോ? ഇന്ന് ഒരു ദിവസത്തേക്കൊപ്പം വന്ന ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇറക്കി വിടുന്നത്? വളർന്ന 3 പെൺമക്കളുണ്ടെന്ന് ബോധമില്ലാതെയാ ക്യാപ്റ്റനായിട്ട് ചെറുപ്പക്കാരെ വീടിന് മുകളിൽ താമസിപ്പിച്ചിരിക്കുന്നു അയൽക്കാർ പറയുന്നേ. അയൽക്കാർ പോകാൻ പറ. എന്റെ മക്കളെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഇവിടെ താമസിപ്പിക്കുന്ന ആൺകുട്ടികളെ പറ്റി എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. നാളെ നിങ്ങൾക്കൊരാവശ്യമുണ്ടായാൽ ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് അവർ നിങ്ങളെ സഹായിക്കും. ഇല്ലേ? അതെ. ഇനി വാ. ഞാനും നിന്റെ അച്ഛനും തമ്മിൽ 25 വർഷത്തെ പരിചയമാണുള്ളത്. മുകുന്ദൻ നിന്നെയും തോമാച്ചിനെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. വീടിന്റെ ഒഴിഞ്ഞു കിടക്കുന്ന ഫസ്റ്റ് ഫ്ലോറിൽ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ മറുത്തു പറയാതിരുന്നതും നീയൊക്കെ നാളെ ഒരു ആവശ്യത്തിന് സഹായമായി ഒപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ തരുന്ന സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്യാതിരിക്കേണ്ടത് നിന്റെ കടമയാണ്. അതെ സാറേ, മോനെ എഞ്ചിനീയർ ആക്കുക എന്നത് വാശിയാക്കിയ പാവം മാതാപിതാക്കൾ വിദ്യാഭ്യാസ ലോൺ തിരിച്ചടക്കാൻ കഴിയാതെ ബാങ്കിന്റെ നോട്ടീസും ജപ്തി ഭീഷണിയും. എന്ത് ജോലിയും ചെയ്ത് ജീവിക്കാൻ ഇറങ്ങി തിരിച്ച അവന്റെ മുന്നിൽ സൗഹൃദത്തിന്റെയും ആതിഥ്യത്തിന്റെയും വാതിൽ കൊട്ടിയടയ്ക്കാൻ മനസ്സ് വന്നില്ല.
ഇറങ്ങിത്തരാം സാറേ. മക്കൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ. എൻ്റെ അച്ഛനെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ മുഴുവൻ പ്രതീക്ഷയുടെ പേരാ എനിക്കിട്ടിരിക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെ അമിത പ്രതീക്ഷയല്ല, എനിക്ക് ശേഷം അവർക്കൊന്നുമില്ല. അങ്ങനെയുള്ളവരാ ജീവിതത്തിൽ പലപ്പോഴും തോറ്റുപോകുന്നത്. എന്റെ സങ്കടങ്ങളെ മറയ്ക്കാൻ ഞാനൊരുക്കുന്ന പൂക്കളമാ സാറേ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വിഡിത്തവും തമാശയൊക്കെ. സോറി, ഞാനിവിടെ നിന്നോട്ടെ. മനസ്സിലെ പ്രതീക്ഷകൾ തകരുമ്പോ കാല് വിറയ്ക്കും. ഇങ്ങനെ വാ, വാ, ഇരിക്ക്. ഒരു എഞ്ചിനീയർ മാത്രമല്ല, തികഞ്ഞൊരു കലാകാരൻ കൂടി ഇവൻ. ഒരുമാതിരി എല്ലാ ഇൻസ്ട്രുമെന്റ്സും പ്ലേ ചെയ്യും, നന്നായി പാടും. മലയാളത്തിലെ ഏറ്റവും ഹിറ്റായ പാട്ട് ആൽബം സോങ് ഇവൻ പാടിയത്. അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു ഇവന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ലെന്ന്. പിന്നെന്തോ ഇവൻ പാടിയില്ല. പ്രശാന്ത്, തനിക്ക് ചേരുന്നത് ഇപ്പോഴും ചിരിച്ച് തമാശ പറയുന്ന ഭാവമാണ്. എനിക്ക് ഈ പട്ടണത്തിൽ അത്യാവശ്യം കവിഞ്ഞ ബന്ധമുണ്ടോ. തനിക്കൊരു ജോലി ഞാൻ ശരിയാക്കി തരും. പക്ഷെ അതിനു മുമ്പ് തന്റെ ആ സൂപ്പർ ഹിറ്റ് സോങ് അത് ഞങ്ങൾക്കൊന്ന് കേൾക്കണം, അല്ലേ മോളെ? പ്രശാന്ത്, ആ കൈതോല പായ വിരിച്ച് പായേല് പറന്നെല്ല് പൊലിച്ച് കാതുകുത്താനപ്പ വരും എൻ്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായേല് പറന്നെല്ല് പൊലിച്ച് കാതുകുത്താനപ്പ വരും എൻ്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച്. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടിയാടിയപ്പ വരും എൻ്റെ അമ്മാവന്മാര് പൊന്നേ. ആടിയാടിയപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച്. കുന്നത്തങ്ങാടി ഷാപ്പിൽ കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ആടിയാടിയപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആടിയാടിയപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ കാതുകുത്തി കൈതോല തൂക്കിയപ്പം കടച്ചിലുമാരുടെ പൊന്നേ. കാതുകുത്തി കൈതോല തൂക്കിയപ്പം കടച്ചിലുമാരുടെ പൊന്നേ. ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ ഈ പെണ്ണേ. ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേ ഈ പെണ്ണേ. ആ ഏ ഓ ആ ഏ ഓ കൈതോല പായ വിരിച്ച് പായേല് പറന്നെല്ല് പൊലിച്ച് കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. കാതുകുത്താനപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ആ ഏ ഓ ആ ഏ ഓ
കൈതോല പായ വിരിച്ച് പായേല് പറന്നല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ പാവന്മാര് പൊന്നേ കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ